ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യുഎസ് ഇസ്രായേലിനൊപ്പം ചേരുമെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നു. ഹോമിലെ ഫോർദോ ആണവ നിലയം തകർക്കാൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. വൈറ്റ് ഹൌസിലെ അടിയന്തര യോഗത്തിന് ശേഷം ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് നമുക്കൊപ്പം ചേർന്നത്. അഗസ്റ്റ്, ഇക്കാര്യത്തിൽ ഒരു സംയുക്തമായ ഒരു ആക്രമണം ഇറാന് നേരെ വരുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സംഗീത, തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു നിർണായക ഘട്ടം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏതായാലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായില്ല എങ്കിൽ പോലും ഏറ്റവും നിർണായകമായ വാർത്ത എന്നത് അമേരിക്ക ഈ ഇറാനെതിരായി ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പങ്കെടുക്കുമോ, അതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആ സൈനിക നടപടിക്കൊപ്പം ചേരുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ 6 ദിവസമായി ഈ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ഉയർന്നു കേൾക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസവും വന്നിരുന്നത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന പോലും തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ വന്നിരുന്നതില്ല. എന്നാൽ ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സൂചിപ്പിക്കുന്നു. അതായത് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലെ ചേർന്ന ഒരു അടിയന്തര യോഗത്തിന് ശേഷം വരുന്ന വാർത്തകളാണിപ്പോൾ. അതിൻ്റെ സൂചനകളാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനിലെ സൈനിക നടപടിയിൽ അമേരിക്കയും പങ്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചേക്കും എന്ന വാർത്ത വരുന്നത്. കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സംഭരണ കേന്ദ്രങ്ങൾ, ലോഞ്ചിങ് സംവിധാനങ്ങൾ, ഇതിനെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കാൻ ഇസ്രായേലിന് കഴിയണമെങ്കിൽ അതിന് യുഎസിൻ്റെ സഹായം കൂടിയേ തീരൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫോർദോ എന്ന് പറയുന്ന ഖൊം നഗരത്തിലുള്ള വളരെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള, അങ്ങേയറ്റം സുരക്ഷയുള്ള, വളരെ സങ്കീർണമായ ഭൗമശാസ്ത്ര പ്രത്യേകതകളുള്ള ഒരു ആണവ കേന്ദ്രം എന്ന നിലയ്ക്ക് ഫോർദോ തകർക്കണമെന്നുണ്ടെങ്കിൽ അത് യുഎസിൻ്റെ സഹായം വേണം. കാരണം ഫോർദോ ഒരു പർവ്വതത്തിലാണ് നിർമ്മിതമാകുന്നത്. ഭൂമിക്കടിയിലേക്കുള്ള വലിയ സങ്കീർണമായ നിർമ്മിതി, അതിൻ്റെ രൂപകൽപ്പന അങ്ങനെയാണ്. അവിടേക്ക് ബങ്കർ ബസ്റ്റിംഗ് ആയിട്ടുള്ള ബോംബുകൾ സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇസ്രായേലിനില്ല. അതുള്ളതാവട്ടെ US എയർഫോഴ്സിനാണുള്ളത്. US വ്യോമസേനയുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബ്, അത് 30,000 പൗണ്ട് വരുന്ന നിലക്കുള്ള പ്രഹരശേഷിയുള്ള ബോംബ് അവർക്ക് മാത്രമാണുള്ളത്. MOP എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്നുള്ള ഔദ്യോഗികമായ തീരുമാനമെടുക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നടക്കുന്ന G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന്, ഉച്ചകോടിയിൽ, സമ്മേളനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് US തിരിച്ചു പോവുകയും അതിന് എന്തുകൊണ്ട് പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ജോലികളുണ്ട് എന്ന മറുപടിയാണെന്ന് ട്രംപ് നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ട്രംപിൻ്റെ ഉപദേശകർ അല്ലെങ്കിൽ ട്രംപിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഇത് സംബന്ധിച്ച ഭിന്നതയുണ്ട്. ഇസ്രായേലിന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ നാം പങ്കെടുക്കേണ്ടതില്ല. കാരണം നമുക്കറിയാം, ട്രംപിൻ്റെ പ്രചാരണം എന്ന് പറയുന്നത് അത് മാഗ എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് അമേരിക്കയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ നിത്യയുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, അമേരിക്കയുടെ നിത്യയുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന പ്രചരണ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന വാദം ഉയർത്തി ഒരു വിഭാഗം നിൽക്കുന്ന സമയത്ത് പാശ്ചാത്യ ലോകമാകെ പക്ഷേ ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയെ നേരിടാൻ അത് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെറ്റ്സ് പറഞ്ഞത്, ഇസ്രായേൽ നമുക്ക് വേണ്ടിയുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ആണവ പദ്ധതി വലിയ ഭീഷണിയാണ്. ഇതിനെ തകർക്കുക എന്നത് ഒരു പൊതുവായ കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണെന്ന നിലയ്ക്കാണ് തീർച്ചയായും. എന്താണെങ്കിലും US അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.